ഈ പാട്ടക്കുന്തം പണി തന്നല്ലോ. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് കഷ്ടിച്ച് 2 കിലോമീറ്റർ ഓടിയില്ല. മായാവി, ഈ പെട്രോൾ വില കൂടുന്നത് വല്ലതും അറിയുന്നടോ? അയ്യോ, ഇവിടെ പിടിച്ചു തൂങ്ങാൻ വലിയ ബിൽഡിംഗ് ഒന്നുമില്ലേ? ഈ പഞ്ചായത്തിൽ വല എറിയാൻ പറ്റുന്നില്ലല്ലോ. എടാ ചുവപ്പാ, നീ എവിടുന്നാ? ഞാൻ ന്യൂയോർക്കിൽ നിന്നാ. വഴി തെറ്റി കേരളത്തിൽ വന്നതാ. ഇവിടെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വഴി പോലും കാണുന്നില്ല. നിന്റെ വണ്ടിക്ക് എന്താ പറ്റിയേ? എടാ, കുന്തത്തിന്റെ ഇൻഷുറൻസ് കഴിഞ്ഞു, പൊല്യൂഷൻ ടെസ്റ്റ് തോറ്റു, ഇപ്പതേ സ്റ്റാർട്ട് ആവുന്നില്ല. ഇതെന്താടാ, ഫ്ലാഷിന്റെ വണ്ടിയാണോ? അല്ലടാ, ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ വില്ലന്റെ ആന വണ്ടി. ഓടിക്കോ. അയ്യോ, എന്റെ വല തീർന്നു പോയി. ഞങ്ങൾ ഈ കുഴിയിൽപ്പെട്ടു. റോഡിലെ കുഴി നികത്താൻ ഗവൺമെന്റ് നോക്കുന്നില്ല. ഓട്ടോ വേണോ സാറേ? ആഹാ, ദൈവമയച്ച ദൂതൻ. ഡ്രൈവർ, നീ ഒരു സംഭവമാണ്. എത്ര രൂപയായി? നോക്കട്ടെ. 2 കിലോമീറ്റർ ദൂരം, മിനിമം ചാർജ് 30, പിന്നെ തിരിച്ചു വരവ് ചാർജ്, റോഡിലെ കുഴി ചാർജ്, ബസ്സിൽ നിന്ന് രക്ഷിച്ച ചാർജ്, സ്പൈഡർമാൻ കയറിയോണ്ട് ഇന്റർനാഷണൽ ടാക്സ്. എടാ, നീ ഇത് ബില്ല് എഴുതുവാണോ അതോ ആധാരം എഴുതുവാണോ? ആകെ എത്രയായി എന്ന് പറ. വലിയ തുകയൊന്നുമില്ല, ആകെ മൊത്തം 1.5 ലക്ഷം രൂപ. ഇത് കേരളമാണ് സാറേ. ഇവിടെ ഓട്ടോ ചാർജ് പെട്രോൾ വിലയേക്കാൾ വേഗത്തിലാ കൂടുന്നത്. കാശെടുക്ക്.